ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇഡിയുടെ കസ്റ്റഡിയിൽ 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് സോറനെ കസ്റ്റഡിയിലെടുത്തത്. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിലാണ് നടപടി. അതേസമയം ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ചമ്പൈ സോറൻ അടുത്ത ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാകും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വിശദാംശങ്ങൾ. രോഹിണി, ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ ഇഡി ഉദ്യോഗസ്ഥർ ഈ സോറന്റെ ഔദ്യോഗിക വസതിയിൽ, റാഞ്ചിയിലുള്ള ഔദ്യോഗിക വസതിയിലുണ്ട്. 7 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്യലായിരുന്നു. അതിനുശേഷം കൂടുതൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹേമന്ത് സോറന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹേമന്ത് സോറനെ ഇഡി ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ഇഡി ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ തന്നെ ഇരുന്നുകൊണ്ട് അദ്ദേഹം നേരെ രാജ്ഭവനിലേക്കാണ് പോയത്. അവിടെ ഗവർണർ സി പി രാധാകൃഷ്ണന് അദ്ദേഹം രാജിക്കത്ത് നൽകി. പകരം ഈ ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. സത്യപ്രതിജ്ഞ അടക്കമുള്ള ചടങ്ങുകൾ പിന്നീടുണ്ടാകും. ഏതായാലും ഇപ്പോൾ ചാർജ് നൽകിയിരിക്കുന്നത് ചെമ്പൈ സോറന് തന്നെയാണ്. ചെമ്പൈ സോറൻ JMMന്റെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയാണ്. മാത്രമല്ല ജാർഖണ്ഡ് ടൈഗർ എന്ന് അദ്ദേഹത്തിന് വിളിപ്പേരുണ്ട്. കഴിഞ്ഞ 5 തവണയായി ജാർഖണ്ഡിൽ MLA ആയിട്ട് അദ്ദേഹം തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കാണ് ജാർഖണ്ഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അവിടെ കോൺഗ്രസുമായി ചേർന്നുകൊണ്ടാണ് ജാർഖണ്ഡ് JMM ഭരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മുഴുവൻ 81 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ 81 സീറ്റുകളിലാണ്. അവിടെ JMM ഉള്ളത് 29 അതേപോലെ തന്നെ കോൺഗ്രസ് ഉള്ളത് 16 നിലവിൽ ഭൂരിപക്ഷം അവർക്കുണ്ടെങ്കിലും BJPക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു നൽകുന്നതാണ് ഇപ്പോൾ നിലവിലെ ജാർഖണ്ഡിലെ ഒരു രാഷ്ട്രീയ സ്ഥിതി എന്നുള്ളത്. ഏതായാലും ഈ 1000 കോടി രൂപയുടെ ഭൂമി കുംഭകോണവും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ഹേമന്ത് സോറനെതിരെ ED കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് 3 തവണ ഇതിനോടകം തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഇത് 4ാം തവണയാണ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ, അതായത് രേഖകൾ അടക്കമുള്ള വ്യക്തമായ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. മാത്രമല്ല ഹേമന്ത് സോറന്റെ അടുത്ത അനുയായി അടക്കം ഏതാണ്ട് 19 പേർ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ ഹേമന്ത് സോറൻ ഇതിലെ പ്രധാനി കൂടി അറസ്റ്റിലാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും വളരെ നാടകീയമായ നീക്കങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ഞായറാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ വേണ്ടി നേരത്തെ തന്നെ ഹേമന്ത് സോറൻ ED നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഹേമന്ത് സോറൻ അവിടുന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റില് ഞായറാഴ്ച വൈകിട്ട് ഡൽഹിക്ക് വരുന്നു. അതിനുശേഷം അദ്ദേഹം എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. ED ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിലെത്തി. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് 36 ലക്ഷം രൂപ കണ്ടെടുത്തു. 2 BMW കാറും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത 2 BMW കാറുകളും അവിടുന്ന് കണ്ടെത്തിയിരുന്നു. ഈ പണം ED ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് സീസ് ചെയ്ത് അവർ കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം ഉണ്ടാകും. കൂടുതൽ പേരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. ഹേമന്ത് സോറനെ ചോദ്യം ചെയ്തതിലൂടെ വളരെ വ്യക്തമായ തെളിവുകൾ, അതേപോലെ തന്നെ ചില രേഖകളടക്കം ലഭിച്ചു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും EDയുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കങ്ങൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക തന്നെയാകും. ശരി.